ഹേ ഗായ്സ്, ഇറ്റ്സ് യുവർ മോൻ നിഡ്മോൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിറ്റിൻ്റെ നിഗൂഢമായ താഴ്വരകളിലൂടെ സഞ്ചരിക്കാൻ പോവാണ്. ഇത് ഞാൻ പണ്ട് കണ്ട ഒരു പോസ്റ്റാണ്, അപ്പോൾ അന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിനി. ഗായ്സ്, വാട്ട് ആർ സം വെറുപ്പിക്കൽ മലയാളം ഓർ മംഗ്ലീഷ് വേർഡ്സ്? ഇതിൻ്റെ ക്യാപ്ഷനിൽ ഫോർ മീ ഇറ്റ്സ് കിഡിലോസ്കി ആൻഡ് കിടുക്കാച്ചി ഗിവ്സ് സോ മച്ച് ഇക് വെൻ ഇൻഫ്ലുവൻസേഴ്സ് സേ ഇറ്റ്. ഇതുപോലെ അതിൻ്റെ അടിയിൽ കുറേ ഹേ ഗായ്സ് അങ്ങനത്തെ കമൻസും ഉണ്ട്. മീൻസ് യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ പറയണത് ഭയങ്കര വെറുപ്പിക്കലാണെന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ കമൻസ് കണ്ടപ്പോൾ അന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചതാ. ഇനി ഞാൻ അഥവാ വെറുപ്പിക്കലാണോ, ചാൻസ് ഉണ്ടാവില്ല, പക്ഷേ വെറുപ്പിക്കലാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇവർ പറയണത് ഞാൻ പറയലുണ്ടോ ഇല്ലേന്ന് നോക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വെറുപ്പിക്കലാണോ അല്ലേ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. കിഡിലോസ്കി ആൻഡ് കിടുക്കാച്ചി. കിഡിലോസ്കി ചെറുതായിട്ട് ക്രിഞ്ചാണ്, പക്ഷേ കിടുക്കാച്ചി വലിയ കുഴപ്പമില്ലല്ലോ. ഞാൻ പറയലൊന്നുമില്ല, പക്ഷേ കിടുക്കാച്ചി വെറുപ്പിക്കലൊന്നുമല്ലല്ലോ. ഷുട്ടുമണി, ഗഡി, ബ്രോസ്കി. ശരിയാ, ഗഡി വലിയ കുഴപ്പമില്ലല്ലോ, അത് സ്ലാങ് അല്ലേ തൃശ്ശൂർ. വല്ലപ്പോഴും ബ്രോസ്കി എടുത്തിടണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഷുട്ടുമണി കുറച്ച് വെറുപ്പിക്കലാണ്. അതിൻ്റെ അടിയിലത് കമൻറ്റ് ഫോർ മീ ബ്രോസ്കി ഈസ് ഫൈൻ ബട്ട് ദിസ് ഷുട്ടുമണി ഷിറ്റ്. പൊളിച്ചു വെൻ ഫുഡ് വ്ളോഗേഴ്സ് സേ ക്വാണ്ടിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി. അതുപോലെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാണോ? ഫുഡ് വ്ളോഗേഴ്സ് ഇവരുടെ ഔട്ട്ലെറ്റ് ഇവിടെ അവൈലബിൾ ആണെന്നൊക്കെ ചിലവർ മാത്രം കേട്ടോ. ഒരു രക്ഷയുമില്ല, അത് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ എടുത്തിടണം സാധനം. വല്ലപ്പോഴും ഒരു രക്ഷയില്ല, ഒന്നും കുഴപ്പമില്ല. എൻ്റെ മോനെ ദ വേസ്റ്റ് വണ്ണോ. എൻ്റെ മോനൊക്കെ എന്താ കുഴപ്പം? ഞാൻ പറയണ്ടല്ലോ. എൻ്റെ അല്ല, എൻ്റെ മോനെ, പിന്നെ എൻ്റെ പൊന്നെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ പൊന്നേക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഓൾസോ ടോട്ടലി വർത്താണ് ഗൈസ്. ശരിയാ വർത്ത. എന്തൊക്കെ ഇപ്പോൾ ക്വാണ്ടിറ്റി, ഔട്ട്ലെറ്റ്, അവൈലബിൾ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത് വേറെ സാധനം, ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് വർത്താണ് ഗൈസ്. ഇതൊന്നും പറയൂലെങ്കിൽ നിങ്ങളെ ഫുഡ് ബ്ലോഗറായിട്ട് അംഗീകരിക്കില്ല. അതൊക്കെ പറഞ്ഞാലേ ഫുഡ് ബ്ലോഗർ ആവുള്ളൂ. ചങ്കിന് കുഴപ്പമില്ല. ചങ്ക്സ് കുറച്ച് സീനാണ്. എൻ്റെ ചങ്കല്ലേ, ചങ്കിന് കുഴപ്പമില്ല. ഹേ ഗായ്സ്, മലയാളം വ്ളോഗേഴ്സ് റൂയിൻഡ് ഇറ്റ് ഫോർ മീ. ഹേ ഗായ്സ് അങ്ങനെ ഞാൻ പറയല്ലോ. ഞാൻ ഹേ ഗായ്സ് ഇറ്റ്സ് യുവർ മോൻ നിഡ്മോൻ. സിമ്പിൾ, ലളിതം. ഹേ ഗായ്സ് അത് സീന. പൊന്ന ചെറുതായിട്ട് സീന അല്ലേ. ഞാൻ സീന ഇടയ്ക്ക് പറയുന്നുണ്ടല്ലേ. സീന എന്ന് പറയണത് ഉറപ്പിക്കലാണോ? സീനാട്ടോ, സീൻ. ഞാൻ അത് പറഞ്ഞാൽ നിർത്തേണ്ടി വരുമോ? പൊന്നാൻ്റെ റിപ്ലൈസ് എന്താ? അൺസൈക്കബിൾ. അതിൻ്റെ അടിയിൽ ഒരുത്തൻ ദിസ് വൺ ടു അൺസൈക്കബിൾ. ഞാൻ പറയലൊന്നുമില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ. വെറുപ്പിക്കൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അൺസൈക്കബിൾ അത് സീനൊന്നുമില്ല. ഇവിടെ വേറെ ഒന്നുണ്ട്, ഒപ്പിക്കബിൾ. അത് ആദ്യമായിട്ട് കേൾക്കുക, ഒപ്പിക്കബിൾ. അത് വല്ല പറഞ്ഞു കൊടുക്കണോ? ആൾക്കാർ റിയാക്ഷൻ എന്താ നോക്കാലോ. ആസ്കിങ് ഫുഡിയാ അയ്യയ്യേ, അത് ആദ്യമായിട്ട് കേൾക്കുക, വൃത്തികേട്. നോട്ട് എ പെർട്ടിക്കുലർ വേർഡ് ബട്ട് ആഡിങ് എച്ച് ആഫ്റ്റർ എവറി വേർഡ് ലൈക്ക് യു മാൻ. പിന്നെ മാനിൻ്റെ ഇടയിൽ എച്ചിടണവരുണ്ട്. അയ്യയ്യേ, അതാണ് ഇത്ര വായിച്ചതിൽ ഏറ്റവും വലിയ വെറുപ്പിക്കൽ അതാ. പിന്നെ ലൈക്കിന് LYK, നൈസിന് NYC. അതിലും വലിയ വെറുപ്പിക്കൽ വേറില്ല. മച്ചാൻ ഹോമി പെണ്ണില്ല. വല്ലപ്പോഴും ഒരു ഹോമി എടുത്ത് കിട്ടുന്നതിന് പ്രശ്നമല്ല. ഇവൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അതെന്താ പ്രശ്നം? എനിക്ക് അതിൻ്റെ അർത്ഥം ഇത്ര കാലമായിട്ട് മനസ്സിലായില്ല, പക്ഷേ പറയാൻ വരുമായിരുന്നു അപ്പതേ കിടക്കുന്നു. ഇത് പറഞ്ഞ നിനക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇടയ്ക്കൊക്കെ റെഡിറ്റ് കമൻസ് പറഞ്ഞാൽ പീക്കാണ്. അതിന് പീക്കാണ് പറയണത് വെറുപ്പിക്കലാണോ? ഇപ്പം എന്ത് പറഞ്ഞാലും ഇത് ആലോചിച്ചു വേണമല്ലോ, വെറുപ്പിക്കലാണോ ക്രിഞ്ചാണോ എന്ന്. എനിത്തിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് സ്റ്റെഫീസ് മൗത്ത്. ഇഫ് ഐ സ്പീക്ക് ഐ എം ഇൻ ബിഗ് ട്രബിൾ. ഗഡി, ഐ എം ഫ്രം തൃശ്ശൂർ and have never seen anyone use it in an actual sentence.
അത് ശരി, ഒള്ളി മിമിക്രി ആക്ടേഴ്സ് യൂസ് ഇറ്റോ. അപ്പോൾ തൃശ്ശൂർക്കാർ ഗഡിയെന്ന് പറയില്ല, കിഡു ആൻഡ് ഇറ്റ്സ് വേരിയൻസ്. കിഡു കിടുക്കാച്ചിക്കോ ഒന്നും കുഴപ്പമില്ല, കിഡിലോസ്കി കുഴപ്പമാണ് ആദ്യം പറഞ്ഞ പോലെ. സെറ്റിന് എന്താ കുഴപ്പമോ? സെറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു സെറ്റിന് പകരം സെറ്റുമ. പിന്നെ സെറ്റുമ പറഞ്ഞ് മടുത്താൽ സെറ്റുമ സാ. പൊളിക്ക് എന്താ കുഴപ്പം? പൊളിക്ക് സ്റ്റാൻഡേർഡ് സാധനമാണ്. മൂഞ്ചി, ചങ്ക്സ്, ബ്രോസ്കി. ലിറ്ററലി ദ മോസ്റ്റ് അനോയിങ് വേർഡോ അതിനൊന്നും എന്ത് പറഞ്ഞാലും ഉപയോഗിക്കൽ നിർത്താൻ പറ്റൂല. അവക്കൊരു യെസ് മേജർ ട്രിഗർ, ചെപ്പടിച്ച് പൊളിക്കാൻ തോന്നും. അതാണ് അതിൻ്റെ യൂസ്. റേജ് ബെയ്റ്റ് ചെയ്യാനുള്ള സാധനമല്ലേ അത്. നിങ്ങൾക്ക് റേജ് ബെയ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് വെറുപ്പിക്കൽ ക്രിഞ്ചായി തോന്നും, പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്ക് അതൊരു ഫണ്ണാണ്. തൂക്കിയടി തൂക്കി കുഴപ്പമില്ല. തൂക്കി കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട, അതാ നല്ലത്. ഓൺ ഗോഡ് ബ്രോ, ഹേറ്റിംഗ് ബേസിക് ഷിറ്റ്. ശരിയാ, പൊളി സെറ്റൊക്കെ ഹേറ്റ് ചെയ്യണവർ പറ്റി അത് പറഞ്ഞത് അല്ല. പിന്നെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല എന്നായോ. എടാ ഗായ്സേ നോട്ട് ഗായ്സ് അങ്ങനെ പറഞ്ഞവരുണ്ടോ? അതൊക്കെ അൺഅക്സെപ്റ്റബിളാ ഇൻ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ. ബട്ട് സേ ലാസ്റ്റിൽ ചേർത്തൊരു വിളിയുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സോ ആരാണോ ഓരോ റിപ്പോർട്ട് അടിക്കണല്ലോ. എടാ ഗായ്സേ അയ്യേ വേറെ ലെവൽ. അതും മറ്റേ ഒരു രക്ഷയില്ല പോലെ ഒന്നും പറയാനില്ലാത്ത സിറ്റുവേഷനിൽ എടുത്ത് പ്രയോഗിക്കണ സാധനം. ഇൻട്രോവേർട്ടിൻ്റെ പകരം ഇൻവേർട്ടർ. ദാറ്റ്സ് സോ ഡിസ്കസ്റ്റിംഗ്. ഒരു 1-2 വട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നെ എനിക്കത് വെറുപ്പിക്കലായി തോന്നി. ഇജ്ജാതി കിഡിലോസ്കി പൊളി. ഇജ്ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും അത് വെറുപ്പിക്കലായി തോന്നും. പക്ഷേ ഇജ്ജാതി നിൻ്റെ നോട്ടം. പിന്നെ അതിന് ഒരു പ്രൊഫഷണൽ റേജ് ബേറ്റർ എന്നുള്ള നിലക്ക് അത് നിങ്ങൾക്ക് തോന്നണതാണ്. ഒരു അയിനൊക്കെ എടുത്തിടുമ്പോൾ ഉള്ള മനസ്സുകൊണ്ടല്ലോ, അത് വേറെ ലെവലാ. സോറി വേറെ ലെവൽ വെറുപ്പിക്കല, അത് പറയാൻ പറ്റില്ല. ആർ വി ഹേറ്റിംഗ് ഓൺ പീപ്പിൾ ടോക്കിംഗ് ദ വേ ദേ വാണ്ട് ഇൻ ബിഗ് 26? യെസ്. യൂസ് ടു ബി ഫ്രീക്കൻ, പക്ഷെ ഇപ്പോൾ കേൾക്കാറില്ല. നന്നായി ഇപ്പോൾ കേൾക്കാത്തത്. സ്വത്ത് പൊന്നാ കുഞ്ഞാ കേക്കരി. സ്വത്തെന്താ? സ്വത്തേന്ന് വിളിക്കാറുണ്ട് ആൾക്കാർ. സ്വത്തേ എന്ത് സ്വത്തേന്നോ? മുത്തേ സ്വത്തേ എന്ന് വിളിക്കും. ശരിയാലേ, ഞാൻ അതൊരു കേട്ടില്ല അങ്ങനെ ആരും പ്രയോഗിക്കണത്. ബാഡ് ഈസ് ഓവർ യൂസ്ഡ് ആണ്, പക്ഷേ വെറുപ്പിക്കലല്ല, ക്രിഞ്ചല്ല. ഐവക്ക് കുഴപ്പമൊന്നുമില്ല. ഐവ ഞാൻ ഉപയോഗിക്കലുള്ളത്. ഐഷും കുഴപ്പമില്ലല്ലോ. ഇത് നേരത്തെ ചങ്ങായി പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ബ്രോക്ക് പകരം ബ്രോ. അത് കറക്റ്റ് സാഹചര്യത്തിന് ഉപയോഗിച്ചാൽ, കറക്റ്റ് കോണ്ടെക്സ്റ്റിന് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ബ്രോക്ക് പകരം ഫുൾ ടൈം ബ്രോ മാത്രം പറയുകയാണെങ്കിൽ മൊത്തം സീനായ പിന്നെ അതിപ്പോൾ പുതിയൊരു വാക്ക് സീനിലേക്ക് വന്നതല്ലേ. അല്ലാതെ പിന്നെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞതിന് പകരം സീനായി, അതിനെന്താ അത് പ്രശ്നമില്ല. അതിപ്പോൾ ഒരു പുതിയ നമ്മളെ വൊക്കാബുലറിക്ക് ആഡായ പുതിയൊരു വാക്കാണ്. അതിനെ ഞാൻ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല. അടുത്ത സെറ്റ് സീന് പൊളി ഇതൊന്നും ഞാൻ സമ്മതിച്ചില്ല. ഫുഡ് അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നില്ല. ഫുഡിന് പകരം FUDDU എന്ന് ടൈപ്പ് ചെയ്യണമല്ലോ. അയ്യേ, ഷുട്ടുമണി ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഈ കമന്റ് സെക്ഷനിൽ. അടിപൊളി വെറുപ്പിക്കൽ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയ്യടാ, പുതിയ വരുന്ന വാക്കുകളും പറ്റൂല, അപ്പോൾ പഴയ വാക്കുകളും പറ്റൂലേ. ഇതിപ്പോൾ എല്ലാ വേർഡ്സും ഉണ്ടല്ലോ കമന്റ്സിൽ. നിങ്ങളൊക്കെ നല്ല ഫുഡ് കഴിച്ചാൽ എന്താ പറയുക? അടിപൊളിയൊന്നും പറയാൻ പാടില്ല. നല്ല രുചിയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല സ്വാദുണ്ട് കേട്ടോ. സ്വാദ് പറയുമ്പോൾ ബൂമർ വാക്കായി. ഒരു 50-60 വയസ്സ് തോന്നിക്കും പറഞ്ഞ ആൾക്കാരെ. അടിപൊളി പറയാൻ പറ്റില്ല, സ്വാദ് പറയാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ മറ്റേ ചങ്ങായിൻ്റെ മാതിരി തോന്നും. ചങ്ങാൻ്റെ പേരെന്തേനി ഫിറോസ്ഖാൻ്റെ അടുത്തുള്ള. അപ്പോൾ രുചി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
ഫുഡ് കഴിച്ചിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ. ഐശ്വരി ഐശ്വര്യക്കൊന്നും കുഴപ്പമില്ല. ഐശ്വര്യ അതിനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ പറ്റുക? ബാഡ് അടിക്കൽ അത് കുഴപ്പമില്ല. വൈബേഷ് സീന. വിഷയം സാധനം സെറ്റ് സാധനം തൂക്കി മോനൂസെ എന്നുള്ളവർ കളിയാക്കി വിളിക്കലാണെങ്കിൽ മോനൂസെ അങ്ങനെ കളിയാക്കി പറയലാണെങ്കിൽ പ്രശ്നമില്ല. തൂക്കിക്ക് പ്രശ്നമില്ല, സെറ്റ് സാധനം പ്രശ്നമില്ല. വിഷയത്തിനോ പ്രശ്നമില്ലല്ലോ. അഡാറ് ചെറിയ കുഴപ്പമാണ്. കൊച്ചിക്കാരല്ലാതെ ബ്രോ എന്ന് വിളിച്ച് വന്നിട്ടുള്ള എല്ലാ ടീംസും ഉഡായിപ്പായിരുന്നോ? കൊച്ചിക്കാർക്ക് ബ്രോ എന്ന് പറയാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റില്ല. എന്താ അത്? പൊളിച്ചു, ചങ്ക്, മോനെ, മോളെ, മച്ചോ, ഏകദേശം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഫുൾ റിപ്പീറ്റിംഗ് കമൻസ് വരുന്നത്. അപ്പോൾ ഇതിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും, സത്യം പറഞ്ഞാൽ ഒന്നും പറയാതൊക്കെ നല്ലത്. റെഡിറ്റ് ഒരു ഇൻഫിനിറ്റ് വീഡിയോ ഐഡിയ ഗ്ലിച്ചാകുന്നുണ്ട് കേട്ടോ. ഈ കോക്കോനാടിലെ ഇങ്ങനത്തെ കുറേ പോസ്റ്റ് ഉണ്ടാവും. ഈ സബിലെ ടോപ്പ് പോസ്റ്റ് ഓഫ് ഓൾ ടൈം ഏതാ നോക്കട്ടെ? സഞ്ജു ചേട്ടൻ ഇസ് എ വെരി സിമ്പിൾ ഗായ്, ഫ്രണ്ട്സ് ടേൺസ് 30, ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ടോപ്പ് ഓഫ് ഓൾ ടൈം. മൈ ഗ്രാൻഡ് ഫാദർ ട്രീറ്റ്, കുറേ ഹോൾസം അല്ലെങ്കിൽ അങ്ങനത്തെ പോസ്റ്റൊക്കെ ആണ് ഏറ്റവും കൂടുതൽ അപ്പോർട്ട് കിട്ടിയത്. എനിക്ക് നെഗറ്റിവിറ്റി വേണം, എനിക്ക് ഡ്രാമ വേണം, അതിന് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൈ റൂം മേറ്റ് ഡൗൺലോഡഡ് ബംബിൾ ആസ് എ ജോക്ക്. നൗ ഐ ആം ഇൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പോ. റൂംമേറ്റ് ബംബിൾ ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് ഈ റിലേഷൻഷിപ്പിലായോ? അതങ്ങനെ